സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം അധ്യായം 7 വാക്യം 15. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വെളിപ്പാട് 7:15 സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 9 മുതൽ 17 വരെ നാം വായിക്കുമ്പോൾ ഈ സ്വർഗത്തിലെ ആരാധന നമുക്ക് കാണാം. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി ദൈവമുമ്പിൽ നിൽക്കുകയാണ്. അവർ ദൈവത്തെ ആർത്തുകൊണ്ടിരിക്കുകയാണ്. സകല ദൂതന്മാരും അഥവാ മാലാഖമാരും സ്വർഗത്തിലെ സകല സൈന്യവും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലായിരിക്കുന്ന 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന സ്വർഗത്തിലെ ആരാധന. ഈ സ്വർഗത്തിലെ ആരാധനയിൽ ക്ഷണിക്കപ്പെട്ടവർ അഥവാ ആ സ്വർഗത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്നവർ ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വളരെ പ്രസക്തമായിരിക്കുന്നത്. അവിടെ മൂപ്പന്മാരിൽ ഒരുത്തനോട് ഈ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഈ ആരാധിക്കുന്ന ജനം ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ അവർക്ക് നൽകുന്ന ഉത്തരം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. അഥവാ അവർ ഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് സമയത്തിന് ആഹാരമോ അവർക്കാവശ്യമായ വസ്ത്രമോ അവർക്കാവശ്യമായ നല്ല ഭവനമോ സഞ്ചരിക്കാൻ വാഹനമോ ആവശ്യത്തിന് സമ്പത്തോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർ കഷ്ടതയിലൂടെ കടന്നുപോയി, ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. എങ്കിലും അവർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു. ദൈവത്തെ ആരാധിച്ച് അവർ ജീവിച്ചു. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു വന്ന എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം. ഇപ്പോൾ അവർ ദൈവ സിംഹാസനത്തിന് മുമ്പിൽ തന്നെ ആരാധിക്കുവാനായി തയ്യാറെടുക്കുകയാണ്. കഷ്ടതയുടെ കാഠിന്യങ്ങളെല്ലാം മാറുന്ന ഒരു ദിവസം. ഇത് എല്ലാവരുടെയും സ്വപ്നമാണ്. കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, ആകുലതകളില്ലാത്ത, ആശങ്കയില്ലാത്ത, രോഗമില്ലാത്ത, അപകടങ്ങളില്ലാത്ത, എല്ലാറ്റിനുപരിയായി മരണമില്ലാത്ത ഒരു പ്രദേശം. അതിനെ വേദപുസ്തകം സ്വർഗമെന്ന് വിളിക്കുന്നു. അവിടെ ദൈവവും മാലാഖമാരും വിശുദ്ധന്മാരും ദൈവത്തിന് പ്രിയരായി ജീവിച്ച എണ്ണിക്കൂടാത്ത വലിയൊരു സമൂഹം.
അവിടെ അവർ രാവും പകലും ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന അനുഭവം എത്ര ആനന്ദകരമാണത്. ആ ആരാധനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് വിശുദ്ധിയാണ്. അതെ, പരിശുദ്ധനായ ദൈവത്തെ പരിശുദ്ധിയോടെ ആരാധിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ, ആമേൻ.